എന്തൊക്കെടി ഞായറാഴ്ച പള്ളിയിൽ എന്താ പരിപാടി? ഈ ഞായറാഴ്ച നമ്മുടെ പള്ളിയിൽ എന്താ പരിപാടി? എന്താണ് നമ്മുടെ പള്ളിയിലെ പരിപാടി? ജൂലൈ 6 നമ്മുടെ പള്ളിയിൽ എന്താ നടക്കണേ? ഈ ഞായറാഴ്ച നമ്മുടെ പള്ളിയിൽ എന്തൊരു പരിപാടി? ചേച്ചി, ജൂലൈ 6 നമ്മുടെ പള്ളിയിൽ എന്താ പരിപാടി? അതൊക്കെ ഉണ്ട്, നീ വായു. ജൂലൈ 6 അന്തിക്കാട് പള്ളിയിൽ എന്തുട്ടാ പരിപാടി? വെയിറ്റ് ആൻഡ് സീ. ഇൻഫർമേഷൻ ടെക്നോളജി, ബയോടെക്നോളജി തുടങ്ങിയ ഒരുപാട് ടെക്നോളജികളുടെ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, ഈ ടെക്നോളജികളൊക്കെ നല്ല കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ മോശം കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. നന്മ ഏതാണ്, തിന്മ ഏതാണെന്നൊക്കെ തിരിച്ചറിയില്ലാത്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ഈശോയോടുകൂടെ, ഈശോയുടെ കൈപിടിച്ചാൽ നമ്മളുടെ എല്ലാ ചിന്തകളും എല്ലാ സ്വപ്നങ്ങളും ഈശോ അത് കളറാക്കി മാറ്റും. ആ ഒരു ലക്ഷ്യത്തോടുകൂടെ അന്തിക്കാട് ഇടവകയിൽ ഒരു പുതിയ സംരംഭം ആരംഭിക്കുകയാണ്. ഒരു പുതിയ യൂട്യൂബ് ചാനൽ ഈശോയിലേക്ക് വളരാനായിട്ട് ഈ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിനോടൊപ്പം ഉള്ള ഒരു വളർച്ചയാണ്. വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത ബൈലൊക്കേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് 2 സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ കഴിവുള്ള പുണ്യവാനാണ് വിശുദ്ധ അന്തോണീസ്. ആ അന്തോണീസിന്റെ മക്കളായ ഞങ്ങള് ആരംഭിക്കുകയാണ് ഈ അന്തിക്കാടിന്റെ മണ്ണിൽ നിന്ന് പുതിയ ചക്രവാളങ്ങളിലേക്ക്, ഒരു ഹൊറൈസണിലേക്ക് ഞങ്ങൾ പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഒരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനുള്ള ടീം അംഗങ്ങളാണ്. ഈ ടീം അംഗങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാൽവരി ആശ്രമത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഐബിഷ് എന്ന് പറഞ്ഞൊരു ബ്രദർ ഉണ്ട്. 5 ഭാഷകൾ ഹാൻഡിൽ ചെയ്യുന്ന ബ്രദർ ഞങ്ങളുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ നിയമ വിദഗ്ധനായ ഞങ്ങളുടെ ഇടവകയുടെ HM ആയിട്ടുള്ള ജസ്റ്റിൻ മാഷ് ഉണ്ട്. ഒപ്പം നല്ല ടീം അംഗങ്ങൾ, മെഡിക്കൽ ഫീൽഡിലുള്ളവര്, അതുപോലെ തന്നെ ലോകത്തിന്റെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു സംരംഭം ആരംഭിക്കുകയാണ്. ഈ പുണ്യവാന്റെ മാധ്യസ്ഥം തേടിയുള്ള ഈ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈശോയുടെ കരങ്ങളിൽ പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. നമ്മുടെ ഇടവകയിൽ ഈ വർഷത്തെ പ്രവേശനോത്സവത്തിന്റെ ഒരു ഹിറ്റ് സംഭവമായിരുന്നു. നമ്മുടെ മക്കള് ഈശോയുടെ അടുത്ത് വന്ന് ഈശോയ്ക്ക് ഷെയ്ക്കൻഡ് കൊടുത്തിട്ട് പ്രവേശനോത്സവത്തിൽ പ്രവേശിച്ചു എന്നുള്ളത്. നമ്മുടെ മക്കള് അവര് ഈശോയുടെ അടുത്ത് വന്ന് ഈശോയെ ഈ വർഷം മിന്നിച്ചേക്കണേ എന്ന് നമ്മളുടെ നിവിൻ പോളിയൊക്കെ പറഞ്ഞതുപോലെ മിന്നിച്ചേക്കണേ ഈ വർഷം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ മക്കളൊക്കെ ഈ വർഷം
ക്ലാസ്സിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയിട്ടുള്ളത്. നമ്മുടെ മക്കൾക്ക് ഈശോയുടെ കരസ്പർശം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, വിശുദ്ധ അന്തോണീസ് ഈശോയുടെ കൈ പിടിച്ചതുപോലെ നമുക്കും ഈശോയുടെ കൈ പിടിച്ച് യാത്ര ചെയ്യാം. അതിന് സഹായകരമാകുന്ന പ്രോഗ്രാമുകൾ ഈ ചാനലിലൂടെ, ഈ ഇടവകയുടെ പശ്ചാത്തലത്തിലോടുകൂടെ നമ്മൾ ആരംഭിക്കുകയാണ്. നിങ്ങൾ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് നൽകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി എല്ലാ ആഴ്ചയും നമ്മളുടെ ഇടവകയുമായി ബന്ധപ്പെട്ട, സഭയുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷന്റെ എക്ലേസിയോളജിക്കൽ നോളജ് നൽകുന്ന പ്രോഗ്രാമുകൾ, മെഡിക്കൽ നോളജുകൾ, അതുപോലെ തന്നെ പുതിയ സിനിമയുടെ അപ്ഡേറ്റുകളൊക്കെയുള്ള ഒരു സെഗ്മെന്റുകളൊക്കെ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അനേകർക്ക് ഇത് പ്രചരിപ്പിക്കണം. നന്മയുള്ള ഒരു ലോകത്തിലേക്ക്, നമ്മളൊരു പാട്ടിലൊക്കെ പറയില്ലേ, നന്മയുള്ള ലോകമേ, നന്മയുള്ള ഒരു ലോകം, കൃപയുള്ള ലോകം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം. അതിന് നേതൃത്വം കൊടുത്ത അന്തിക്കാടുള്ള എല്ലാവരെയും എല്ലാവിധ അഭിനന്ദനങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. സ്നേഹമുള്ളവരെ, 5 ഭാഷകൾ അറിയുന്ന നമ്മളുടെ ബ്രദർ എന്നോട് ചോദിക്കായിരുന്നേ, അച്ഛാ ഞാൻ 5 ഭാഷയും പറയണം. അപ്പം പറഞ്ഞു വേണ്ട, ഞങ്ങൾ ചെറിയ ഇടവകയാണ്, ഒരു ഭാഷ അപ്പൊ കന്നഡ പറയാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ കന്നഡ ഭാഷയിൽ നമുക്ക് ഈശോയെ കുറിച്ച്, ഈശോയുടെ പ്രത്യേകതകളെ കുറിച്ച്, യൂട്യൂബ് ചാനലിനെ ಕುರಿച്ച് നമുക്ക് കേൾക്കാം. ಪ್ರೀತಿಯ ಗ್ರಾಹಕರೇ, ನಾವು ಈಗ ಸೆಂಟ್ ಆಂಟನಿ ಚರ್ಚ್ ಅಂದಿಕಾಡಲ್ಲಿ ನಿಲ್ಲುವಾಗ ಕ್ರಿಸ್ತರ ಕೈಗೆ ಹಿಡಿದು ಹೇಗೆ ಜೀವನವನ್ನು ಮುನ್ನರಿಸಬೇಕಂತ ಶುಭ ಸಂದೇಶವನ್ನು ನೀಡಲು ಇವತ್ತು ನಾವು ಇಲ್ಲಿ ಒತ್ತುಗೂಡಿದ್ದೇವೆ. ಈಗ ಇಲ್ಲಿ ನಾವೆಲ್ಲರೂ ಒಂದು ಸೇರಿ ಒಂದು ಯೂಟ್ಯೂಬ್ ಚಾನೆಲ್ ಅನ್ನು ಸ್ಟಾರ್ಟ್ ಮಾಡಿದ್ದೇವೆ. ಅದರಿಂದ ಕ್ರಿಸ್ತರ ಕೈಗೆ ಕೈ ಕೊಟ್ಟು ದೇವಾಲಯ ಒಳಗೆ ಪ್ರವೇಶ ಮಾಡಲಿಕ್ಕೆ ನಾವು ತಯಾರಾಗಿದ್ದೇವೆ. ಇದಕ್ಕೆ ನೀವು ನಮಗೆ ಎಲ್ಲರೂ ಸಪೋರ್ಟ್ ಮಾಡಬೇಕಂತ ವಿನಂತಿಸುತ್ತೇನೆ. നമ്മളുടെ HM നമ്മുടെ കൂടെയുണ്ട്, നിയമവിദഗ്ധനാണ്. നമ്മളുടെ ഇടവകയുടെ കുറെ നാളുകളായിട്ട് നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാഷ് നമ്മളോട് 2 വാക്ക് കരം ഗ്രഹിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിൽ മുന്നേറാൻ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്നത്, കൈ പിടിക്കുന്നുണ്ട്, പക്ഷെ തെറ്റായ കരങ്ങളാണ് അവർ പലപ്പോഴും പിടിക്കുന്നത്. അത് മാറ്റിക്കൊണ്ട് ക്രിസ്തുവിന്റെ കരം ഗ്രഹിച്ച് ജീവിതത്തിൽ ഉടനീളം പ്രതിസന്ധികൾ വരും, പരിഭ്രമങ്ങൾ ഉണ്ടാവാം, മറ്റ് പല വിധത്തിലുള്ള ഉത്കണ്ഠകളും ആകുലതകളൊക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലും ക്രിസ്തുവിന്റെ കരം പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ അവരെ സഹായിക്കുക എന്നുള്ള വലിയൊരു ഉദ്യമമാണ് ഇവിടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു വിജയം ഞങ്ങൾ സ്വപ്നം കാണുന്നു. നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ മക്കളെ കൂടുതൽ ക്രിസ്തുവിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ലൊരു ജീവിത വിജയം അവർക്ക് ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ആശംസിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രക്രിയയിൽ ഞങ്ങളുടെ പരിപൂർണ പിന്തുണ നൽകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.